+1 സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ ഏറെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ കിങ്ഡം പ്ലൻറ്റയുമായി ബന്ധപ്പെട്ട് ബ്രയോഫൈറ്റ്സിനെ കുറിച്ചുള്ള ചില പൊതുവായ സവിശേഷതകൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ചില ചെറിയ പ്രവർത്തനങ്ങൾ തന്നിരുന്നു. അതൊക്കെ തന്നെ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകും, ചെയ്തു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ അധ്യായത്തിൽ 2-3 ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ലളിതമായ ഭാഗങ്ങളാണ്. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. So let us start. Pteridophytes and gymnosperms. First of all, pteridophytes. ആദ്യമായി pteridophytes. It includes hostile and ferns. Pteridophytes വരുന്നത് പ്രധാനമായിട്ടും ആരൊക്കെയാണ്? Hostiles and ferns. You know, pteridophytes are used for medicinal purposes and as soil binders. ഈ വിഭാഗത്തിൽ വരുന്ന സസ്യങ്ങളെ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ആസ് സോയിൽ ബൈൻഡേഴ്സ്. എന്താ സോയിൽ ബൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ? മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നവയാണ്. ദെൻ ദേ ആർ ഓൾസോ ഗ്രോൺ ആസ് ഓർണമെന്റൽസ്. ഓർണമെന്റൽ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അലങ്കാര ചെടികളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവല്യൂഷണറിലി they are the first terrestrial plants to possess vascular tissues. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, അതുമായി ചേർത്ത് വായിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ടു പൊസസ് വാസ്കുലാർ ടിഷ്യൂസ്. വാട്ട് ആർ വാസ്കുലാർ ടിഷ്യൂസ്? സൈലം ആൻഡ് ഫ്ലോയം. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സൈലം ആൻഡ് ഫ്ലോയം. സൈലം എന്താണ് കണ്ടക്ട് ചെയ്യുന്നത്? സൈലം ഈസ് ദ വാട്ടർ കണ്ടക്ടിങ് ടിഷ്യൂ. ജലം കൊണ്ടുപോകുന്ന സംവഹന കലയാണ് സൈലം. ദെൻ വാട്ട് അബൌട്ട് ഫ്ലോയം? ഫ്ലോയം ഈസ് ദ ഫുഡ് കണ്ടക്ടിങ് ടിഷ്യൂ. ഇലകളിൽ ഉണ്ടാകുന്ന ആഹാരം സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന ആരാണ്? ഫ്ലോയമാണ്. സോ സൈലം ആൻഡ് ഫ്ലോയം ടുഗദർ നോൺ ആസ് വാസ്കുലാർ ടിഷ്യൂസ്. അപ്പോൾ ടെറസ്ട്രിയൽ പ്ലാന്റ്സിൽ ആദ്യമായിട്ട് വാസ്കുലാർ ടിഷ്യൂസ് കാണപ്പെടുന്നത് എവിടെയാണ്? ടെറിഡോഫൈറ്റ്സിലാണ്. ഓക്കെ, ക്ലിയർ? ദെൻ ദേ ആർ ഫൗണ്ട് ഇൻ കൂൾ, ഡാം, ഷെയ്ഡി പ്ലേസസ്. തണുത്ത, ഈർപ്പമുള്ള, ഈ തണലുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായിട്ട് ഇവ കാണുന്നത്. ആൻഡ് സം ആർ സീൻ ഇൻ സാൻഡി സോയിൽ കണ്ടീഷൻസ്. സാൻഡി സോയിൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ മണൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിൽ ഒക്കെ ഇവ സാധാരണയായിട്ട് കാണപ്പെടുന്നുണ്ട്. ദെൻ ഇൻ ബ്രയോഫൈറ്റ്സ് വി ക്യാൻ സീ ദ മെയിൻ പ്ലാന്റ് ബോഡീസ്. എന്താണ് ബ്രയോഫൈറ്റ്സിലെ മെയിൻ പ്ലാന്റ് ബോഡി? ഏതാണ്? ഗെമറ്റോഫൈറ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ബ്രയോഫൈറ്റ്സിൽ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ ഗെമറ്റോഫൈറ്റ് ആണ്. ബട്ട് ഇൻ ടെറിഡോഫൈറ്റ്സ് ദ മെയിൻ പ്ലാന്റ് ബോഡി ഈസ് എ സ്പോറോഫൈറ്റ്. മറന്നു വരുന്നു. ബ്രയോഫൈറ്റ്സിൽ മെയിൻ പ്ലാന്റ് ബോഡി ഗെമറ്റോഫൈറ്റ് ആണ്. വേറാസ് ഇൻ ടെറിഡോഫൈറ്റ്സ് വി ക്യാൻ സീ ദ മെയിൻ പ്ലാന്റ് ബോഡി ഈസ് എ സ്പോറോഫൈറ്റ്. മാത്രമല്ല, ഇൻ ബ്രയോഫൈറ്റ്സ് നമ്മൾ പഠിച്ചു, ദേ ഹാവ് നോ ട്രൂ റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ്. ശരിയായ റൂട്ടോ സ്റ്റെമ്മോ ലീവ്സോ ബ്രയോഫൈറ്റ്സിൽ ഇല്ല. എന്നാൽ ടെറിഡോഫൈറ്റ്സിൽ വി ക്യാൻ സീ ട്രൂ റൂട്ട്സ്, സ്റ്റെം ആൻഡ് ലീവ്സ്, ആൻഡ് ദേ ഹാവ് വെൽ ഓർഗനൈസ്ഡ് വാസ്കുലാർ ടിഷ്യൂസ്. അപ്പോൾ ടെറിഡോഫൈറ്റ്സിൽ വെൽ ഓർഗനൈസ്ഡ് വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. ആൻഡ് മോറോവർ വി ക്യാൻ സീ ദേ ഹാവ് ട്രൂ റൂട്ട്സ്, സ്റ്റെം ആൻഡ് ലീവ്സ്. ഇനി വാട്ട് അബൌട്ട് ദ ലീവ്സ് ഇൻ ടെറിഡോഫൈറ്റ്സ്? ടെറിഡോഫൈറ്റ്സിലെ ഇലകൾ എങ്ങനെയുള്ളതാണ്? In pteridophytes, leaves may be small or large. Small leaves are called microphyls. Example, Selaginella. And large leaves are called macrophyls. Microphyls and macrophyls. Macrophyls can be seen in ferns. Okay? So, അപ്പോൾ ആലോചിച്ച് നോക്കുക, ടെറിഡോഫൈറ്റ്സിൽ എന്താണ്? 2 തരത്തിലുള്ള ലീവ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള ലീവ്സ്? മൈക്രോഫിൽസ് ആൻഡ് മാക്രോഫിൽസ്. മൈക്രോഫിൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇലകൾ, സ്മോൾ ലീവ്സ്, സെലാജിനെല്ലയിൽ കാണപ്പെടുന്നത് പോലെ. മാക്രോഫിൽസ് എന്ന് പറഞ്ഞാൽ ലാർജ് ലീവ്സ്, ഫേൺസിൽ കാണപ്പെടുന്നത് പോലെ. ഓക്കെ, ദെൻ
The sporophytes, the main plant body is sporophyte, ഞാൻ നേരത്തെ പറഞ്ഞു. They bear sporangia. സ്പോറോഫൈറ്റ്സിൽ നിന്ന് സ്പൊറാഞ്ചിയ ഉണ്ടാകുന്നു, which are formed in sporophylls. സ്പോറോഫൈറ്റ്സിൽ സ്പൊറാഞ്ചിയ ഉണ്ട്, സ്പൊറാഞ്ചിയ ഉണ്ടാകുന്നത് സ്പോറോഫിൽസിലാണ്. ഇനി ചില കേസുകളിൽ ഈ സ്പോറോഫിൽസ് മേ ഫോം ഡിസ്റ്റിങ്ക്റ്റ് കോമ്പാക്ട് സ്ട്രക്ചേഴ്സ് കാൾഡ് സ്ട്രോബൈലൈ ഓർ കോൺസ്. ഡിസ്റ്റിങ്ക്റ്റ് ക്ലോസ്ലി പാക്ഡ് സ്ട്രക്ചേഴ്സ്, അതായത് ഈ സ്പോറോഫിൽസ് കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒരു ഘടനയാണ് ഇതൊന്ന് സ്ട്രോബൈലൈ അല്ലെങ്കിൽ കോൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സെലാജിനെല്ല, ഇക്യൂസെറ്റം എക്സെട്ര. ഇപ്പോൾ കോൺസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ സം ടെറിഡോഫൈറ്റ്സ് ദ സ്പോറോഫിൽസ് മേ ഫോം ഡിസ്റ്റിങ്ക്റ്റ് കോമ്പാക്ട് സ്ട്രക്ചേഴ്സ് കാൾഡ് സ്ട്രോബൈലസ് അല്ലെങ്കിൽ കോൺസ്. സോ ദ സ്പോറോഫിൽസ് ബെയർ സ്പൊറാഞ്ചിയ and sporangia produces spores. Sporangia produce spores by meiosis from spore mother cells. അപ്പോൾ സ്പൊറാഞ്ചിയക്കകത്ത് കാണപ്പെടുന്ന സ്പോർ മദർ സെൽസിന് റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗം നടന്നിട്ടാണ് രേണുക്കൾ അഥവാ സ്പോർസ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്പോറോഫിൽസ്, അതിൽ സ്പൊറാഞ്ചിയ, അതിലെ സ്പോർ മദർ സെൽസ്, അതിന് റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗം നടക്കുന്നു, സ്പോർസ് ഉണ്ടാകും. ഇനി ഈ സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്ത് ദ സ്പോർസ് ജെർമിനേറ്റ് ടു ഫോം ഇൻകോൺസ്പിക്വസ് സ്മോൾ മൾട്ടിസെല്ലുലാർ ഫ്രീ ലിവിംഗ് മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് താലോയിഡ് ഗെമറ്റോഫൈറ്റ്സ് ആർ കോൾഡ് പ്രോതാലസ്. ഇതൊരു പ്രധാനപ്പെട്ട ടേമാണ്. എന്താണ് പ്രോതാലസ്? അപ്പോൾ ടെറിഡോഫൈറ്റ്സിൽ സ്പോർ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന വളരെ ചെറിയ ഇൻകോൺസ്പിക്വസ് ആയ ചെറിയ മൾട്ടി സെല്ലുലാർ ഫ്രീ ലിവിംഗ് മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് താലോയിഡ് ഗെമറ്റോഫൈറ്റ്സ് ആർ കോൾഡ് പ്രോതാലസ്. ഓക്കെ, അതാണ് പ്രോതാലസ്. ഒരിക്കലും മറന്നു വരുത് എന്താണ് പ്രോതാലസ് എന്ന്, ശ്രദ്ധിച്ചിരിക്കണം. Then this പ്രോതാലസ് റിക്വയർ കൂൾ ഡാം ഷേഡി പ്ലേസസ് ടു ഗ്രോ. പ്രോതാലസിന് വളരണമെങ്കിൽ തണുപ്പ് വേണം, നനവ് വേണം, തണൽ വേണം. സോ ഡ്യൂ ടു ദീസ് റിക്വയർമെൻറ്റ്സ്, ഈ ആവശ്യമുള്ളത് കൊണ്ടും പിന്നെന്താണ്, ആൻഡ് ദ നീഡ് ഫോർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ, ബീജസംയോഗം നടക്കണമെങ്കിൽ ജലം ആവശ്യമാണ്. ദ സ്പ്രെഡ് ഓഫ് ലിവിംഗ് ടെറിഡോഫൈറ്റ്സ് ഇസ് ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ടു എ നാരോ ജിയോഗ്രഫിക്കൽ റീജിയൻസ്. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഈ ടെറിഡോഫൈറ്റ്സ് കാണപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവ. എന്താ കാരണങ്ങൾ? ഒന്ന്, ദേ റിക്വയർ കൂൾ ഡാംപ് ആൻഡ് ഷേഡി പ്ലേസസ് ടു ഗ്രോ. രണ്ട്, ദേ റിക്വയർ വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. ഈ കാരണങ്ങൾ കൊണ്ട് ചില ചുരുങ്ങിയ പ്രദേശങ്ങളിൽ മാത്രമേ ആര് കാണപ്പെടുന്നുള്ളൂ? ടെറിഡോഫൈറ്റ്സ് കാണപ്പെടുന്നുള്ളൂ. സോ ഇൻ ടെറിഡോഫൈറ്റ്സ് the gametophytes bear male and female sex organs. Bear male and female sex organs. Male organ ഏതാ? Antheridia. Female organ ഏതാ? Archegonia. So male organ Antheridia, female organ Archegonia. Water is required for the transfer of antherozoids. ആന്തരഡിയത്തിൽ നിന്നുണ്ടാകുന്ന മെയിൽ ഗമേറ്റ്സ് ആണ് ആന്തറോസോവോയിഡ്സ്. അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആരാവശ്യമാണ്? ജലം ആവശ്യമാണ്. Then fusion of male gamete with the egg produces zygotes. മെയിൽ ഗമേറ്റ് ഫീമെയിൽ ഗമേറ്റായ എഗ്ഗുമായി കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടാകുന്ന ഈ പ്രവർത്തനം നടക്കുന്നത് ആർക്കിഗോണിയത്തിനകത്താണ്. ഇൻസൈഡ് ദ ആർക്കിഗോണിയം, ഇൻ ദി ആർക്കിഗോണിയം. സോ എനിവേ സൈഗോട്ട് ഈസ് ഫോംഡ്. അങ്ങനെ എന്തുണ്ടാകുന്നു? സിക്താണ്ഡം ഉണ്ടായി അല്ലെങ്കിൽ സൈഗോട്ട് ഉണ്ടായി. Then the zygote produces a multicellular sporophyte. ആ സൈഗോട്ടിൽ നിന്ന് ഒരു മൾട്ടി സെല്ലുലാർ സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നു. ദിസ് ഈസ് ദ ഡോമിനന്റ് ഫേസ്. ഇതാണെന്ന് പറയുന്നത് ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത്, അല്ലേ? ടെറിഡോഫൈറ്റ്സിലെ ഡോമിനന്റ് പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? സ്പോറോഫൈറ്റ് ആണ്. ദെൻ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓർത്തിരിക്കാനുള്ള പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഇൻ മോസ്റ്റ് ഓഫ് ദ ടെറിഡോഫൈറ്റ്സ്, മിക്കവാറും എല്ലാ ടെറിഡോഫൈറ്റ്സിലും ഓൾ ദ സ്പോർസ് ആർ ഓഫ് സിമിലർ കൈൻഡ്സ്. ഉണ്ടാകുന്ന രേണുക്കളെല്ലാം ഒരേ തരത്തിലുള്ളതാണ്. സച്ച് പ്ലാന്റ്സ് ആർ കാൾഡ് ഹോമോസ്പോറസ്. അപ്പോൾ കുട്ടികളെ മനസ്സിലാക്കുക, എന്താണ് ഹോമോസ്പോറസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരേ തരത്തിലുള്ള രേണുക്കൾ ഉണ്ടാക്കുന്ന ടെറിഡോഫൈറ്റ്സിനെ പറയുന്ന പേരാണ് ഹോമോസ്പോറസ്.
പക്ഷേ ചില ടെറിഡോഫൈറ്റ്സിൽ 2 തരത്തിലുള്ള സ്പോർസ് ഉണ്ടാകും. സോ സം പ്രൊഡ്യൂസസ് 2 kinds of spores, macro and micro spores, large and small spores. Macro, large spores, micro, small spores. So these pteridophytes are called heterosporous. ഇവയെ എന്ത് പറയും? ഹെറ്ററോസ്പോറസ് എന്ന് പറയും. 2 തരത്തിലുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്താൽ അവയെ പറയുന്ന പേരാണ് ഹെറ്ററോസ്പോറസ്. ഉദാഹരണം സെലാജിനല്ല സാൽവീനിയ. ഇവയൊക്കെ ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ്സ് ആണ്. മനസ്സിലായല്ലോ? ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ്സ് ആണ്. ദെൻ ഞാൻ പറഞ്ഞു 2 തരത്തിലുള്ള സ്പോർസ് ഏതൊക്കെയാ? മെഗാസ്പോർസ് ആൻഡ് മൈക്രോസ്പോർസ്. So the megaspores develop to form female gametophytes and the microspores develop to form the male gametophytes. ഒന്നുകൂടെ എന്താണ്? The megaspores എങ്ങനെയായി മാറുന്നു? എന്തായി മാറുന്നു? ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആയി മാറുന്നു. മൈക്രോസ്പോർസ് എന്തായി മാറുന്നു? മെയിൽ ഗെമറ്റോഫൈറ്റ് ആയി മാറുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? The female gametophytes in these plants are retained on the parent sporophytes. ഈ പ്ലാന്റ്സിൽ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? പാരന്റ് സ്പോറോഫൈറ്റിൽ തന്നെയാണ് കാണപ്പെടുന്നത്. And moreover, the development of zygotes, എന്താ? Development of zygotes, സൈഗോട്ടിന്റെ വളർച്ച into young embryos takes place within the female gametophytes. എന്താണ്? The development of zygotes എന്തായി മാറുന്നു? Into young embryos. സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്നു. Takes place within the female gametophytes. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. This event is a precursor to the seed habit considered as an important step in evolution. പരിണാമവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സീഡ് ഹാബിറ്റിന് തുടക്കം കുറിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുന്നോടിയായി നടക്കുന്ന ഒരു പ്രക്രിയയായിട്ട് വേണം ഇതിനെ കരുതാൻ. ഓർത്തിരിക്കുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ദെൻ ടെറിഡോഫൈറ്റ്സ് പ്രധാനമായിട്ടും 4 വിഭാഗങ്ങളാണ്. 4 വിഭാഗങ്ങളല്ല, എന്നാലും തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. ടെറിഡോഫൈറ്റ്സ് പ്രധാനമായിട്ടും 4 ഗ്രൂപ്പ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ ഗ്രൂപ്പാണ് സൈലോപ്സിഡ. അതൊരു ഉദാഹരണമാണ് സൈലോട്ടം. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ലൈക്കോപ്സിഡ. അതൊരു ഉദാഹരണമാണ് സെലാജിനല്ല, ലൈക്കോപോഡിയം തുടങ്ങിയവ. തേർഡ് ഗ്രൂപ്പ് ഈസ് സ്പീനോപ്സിഡ, എക്സാമ്പിൾ ഇക്വിസെറ്റം. 4ാമത്തെ ഗ്രൂപ്പ് ടീറോപ്സിഡ, PTE, ടീറോപ്സിഡ, എക്സാമ്പിൾ ഡ്രയോപ്റ്ററിസ്, ടെറിസ്, അഡിയാൻഡം എക്സെട്ര. അപ്പോൾ ടെറിഡോഫൈറ്റ്സിൻ്റെ ഒരു ബ്രീഫ് ചെറിയ ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു വർഗീകരണമാണ് സൈലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്പീനോപ്സിഡ ആൻഡ് ടീറോപ്സിഡ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ടെറിഡോഫൈറ്റ്സിനെ കുറിച്ച് പൊതുവായി നമ്മൾ തൽക്കാലം അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ വി ഹാവ് ടു ഡിസ്കസ് ജിംനോസ്പേംസ്. അടുത്ത വിഭാഗമാണ് ജിംനോസ്പേംസ്. ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഏതാ? ദീസ് ആർ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്. Ovaries are not exposed, not enclosed by any ovary wall. Ovary wall remain exposed both before and after fertilization. Naked seeded plants ആണ്. ആൻജിയോസ്പേംസിലാണെങ്കിൽ, സപുഷ്പികളിലാണെങ്കിൽ സീഡ് ഫ്രൂട്ടിനകത്താണ്. മാങ്ങാപ്പഴം നോക്കൂ, മാങ്ങ സീഡ് എവിടെയാണ്? ആ പഴത്തിനകത്താണ് അല്ലേ? എന്നാൽ ജിംനോസ്പേംസിൽ സീഡ് വെളിയിലാണ്, കവറിങ് ഇല്ല. അതാണ് നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ജിംനോസ്പേംസ് ആർ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്. സീഡ് ബെയറിംഗ് പ്ലാന്റ്സ് ആണ്, നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് ആണ്. ഇനി ഈ ജിംനോസ്പേംസിൽ വരുന്നത് ആരൊക്കെയാണ്, ഏതെങ്ങനെയുള്ള സസ്യങ്ങളാണ് വരുന്നത്? മീഡിയം സൈസ്ഡ് ട്രീസ് ഉണ്ട്, ടോൾ ട്രീസ് ഉണ്ട്, ഷബ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ ഏറ്റവും പൊക്കമുള്ള ഏറ്റവും വലിയ മരം ഏതാ, വൃക്ഷം ഏതാണ്, ട്രീ ഏതാണ്? സെക്വോയ ഡെൻഡ്രൻ ജൈജാൻഷ്യ. കോമൺ നെയിം എന്താ? റെഡ് വുഡ് ട്രീ, ബിലോങ്സ് ടു ജിംനോസ്പേം.
അതൊരു ജിംനോസ്പേമാണ്. കാലിഫോർണിയയിലും മറ്റുമൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത്. ടോളസ്റ്റ് ട്രീ, സെക്വയ, ഡെൻഡ്രൻ, ജൈജാൻഷ്യ അല്ലെങ്കിൽ റെഡ് വുഡ് ട്രീ എന്നും പറയും. നോക്കുക. ദെൻ ജിംനോസ്പേംസിൻ്റെ റൂട്ട്സ് പ്രധാനമായിട്ടും ടാപ്പ് റൂട്ടാണ്. ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, ഇതൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. ടാപ്പ് റൂട്ട് എന്ന് വെച്ചാൽ മെയിൻ റൂട്ട് കാണും, അതിന് ലാറ്ററൽ റൂട്ട്സ് ഉണ്ടാവും. ഒരു ചെടി പിഴുത് നോക്കിയാൽ അറിയാം ടാപ്പ് റൂട്ട് സിസ്റ്റം എന്താണ്. ഫൈബ്രസ്, ഒരു പുല്ല് പിഴുത് നോക്കിയാൽ അറിയാം അതെന്താണ്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. അപ്പോൾ ജിംനോസ്പേംസിലെ റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ഇനി ജിംനോസ്പേംസിലെ ചില പ്ലാന്റ്സിൽ the roots have fungal association. റൂട്ട്സിന് എന്തുണ്ട്? ഫംഗൽ അസോസിയേഷൻ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് മൈക്കോറൈസ. ഫോർ എക്സാമ്പിൾ പൈനസ്, പൈൻ മരങ്ങൾ, അവയുടെ റൂട്ടിൽ ഈ ഫംഗസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ സം അതർ പ്ലാന്റ്സ്, ഫോർ എക്സാമ്പിൾ സൈക്കാസ്, സ്മോൾ സ്പെഷ്യൽ റൂട്ട്സ് കോൾഡ് കോറലോയിഡ് റൂട്ട്സ്. എന്ത് റൂട്ട്സ് ആണ്? Coralloid roots, for example cycas, are associated with nitrogen fixing cyanobacteria. അപ്പോൾ സൈക്കാസ് പോലുള്ള ജിംനോസ്പേംസിൽ കോറലോയിഡ് റൂട്ട്സ് ഉണ്ട്, സ്പെഷ്യൽ റൂട്ട്സ് ആയ കോറലോയിഡ് റൂട്ട്സ് ഉണ്ട്. അതിൽ നൈട്രജൻ ഫിക്സിംഗ് സയാനോബാക്ടീരിയങ്ങളുണ്ട്. മറന്നുപോലല്ലോ. ഇനി വാട്ട് അബൌട്ട് ദ സ്റ്റെം? സ്റ്റെംസ് ആർ ബ്രാഞ്ച്ഡ് ഓർ അൺബ്രാഞ്ച്ഡ്. സ്റ്റെം അൺബ്രാഞ്ച്ഡ് ആണ് സൈക്കാസിൽ, ബ്രാഞ്ച്ഡ് ആണ് പൈനസിൽ, സിഡ്രസിൽ ഒക്കെ. പൈൻ മരങ്ങൾ, ദേവദാരു എന്ന് കേട്ടില്ലേ, അതിലൊക്കെ എന്താണ്? ബ്രാഞ്ച്ഡ് ആണ്. ഇനി വാട്ട് അബൌട്ട് ദ ലീവ്സ്? ഇത് വളരെ സിമ്പിൾ അല്ലേ? വാട്ട് അബൌട്ട് ദ ലീവ്സ്? ലീവ്സ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട്. ലീവ്സ് എന്താണ്? സിമ്പിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് ആണ്. ഒരു സെക്കൻഡ്. അപ്പോൾ സൈക്കാസ് പോലുള്ള ജിംനോസ്പേംസിൽ സ്പെഷ്യൽ റൂട്ട്സ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് കോറലോയിഡ് റൂട്ട്സ്. These roots are associated with nitrogen fixing cyanobacteria. Then what about the stems? Stems are branched or unbranched. Stems are unbranched in cycas or branched in pinus and citrus, etc. What about the leaves? Leaves may be simple or compound. എന്താണ് സിമ്പിൾ ലീവ്സ്, എന്താണ് കോമ്പൗണ്ട് ലീവ്സ് എന്നൊക്കെ നിങ്ങൾ തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ പഠിക്കും. The leaves in gymnosperms are well adapted to withstand extremes of temperature, humidity and winds. Gymnospermsile ഇലകൾക്ക് are adapted to withstand extremes of temperature, humidity and wind. അതിശക്തമായ കാറ്റ് വന്നാലും, ഹ്യൂമിഡിറ്റി വന്നാലും, ടെമ്പറേച്ചർ വന്നാലും അതൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ, ടൈഡോർ ചെയ്യാൻ, അത് ഒഴിവാക്കി അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള ശേഷി ആർക്കുണ്ട്? ഈ ജിംനോസ്പേംസിലെ ഇലകൾക്കുണ്ട്. ഇനി കോണിഫേഴ്സിൻ്റെ കാര്യം. ഒരു വിഭാഗം ജിംനോസ്പേംസ് ആണ് കോണിഫേഴ്സ്. പൈൻ മരങ്ങളൊക്കെ വരുന്ന കോണിഫേഴ്സിലാണ്. ആ കോണിഫേഴ്സിലാണെങ്കിൽ ലീവ്സ് ആർ റെഡ്യൂസ്ഡ് ടു നീഡിൽസ്. ഓർ വി ക്യാൻ സീ ഇൻ കോണിഫേഴ്സ് needle like leaves are there. These leaves can reduce surface area. അപ്പോൾ ലീവ്സ് റെഡ്യൂസ് ചെയ്ത് നീഡിൽ പോലെ ആകും. അപ്പോൾ എന്ത് ചെയ്യുന്നു? സർഫസ് ഏരിയ കുറയുന്നു, ജലനഷ്ടം കുറയുന്നു. ദെൻ അത് മാത്രമല്ല, തിക്ക് ക്യൂട്ടിക്കിൾ, കട്ടിയുള്ള ക്യൂട്ടിക്കിൾ, സങ്കൺ സ്റ്റൊമേറ്റ, ആസ്യരന്ധ്രങ്ങൾ കുഴികളിലാണ്. ഓൾസോ ഹെൽപ്പ് ടു റെഡ്യൂസ് വാട്ടർ ലോസ്. അപ്പോൾ ജലനഷ്ടം കുറയ്ക്കാൻ ഈ ജിംനോസ്പേംസിൽ ഉണ്ടായിട്ടുള്ള അഡാപ്റ്റേഷൻസ്, അനുകൂലങ്ങൾ എന്തൊക്കെയാണ്? ലീവ്സ് ആർ റെഡ്യൂസ്ഡ് ടു നീഡിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ്, തിക്ക് ക്യൂട്ടിക്കിൾ, കട്ടിയുള്ള ക്യൂട്ടിക്കിൾ, സങ്കൺ സ്റ്റൊമേറ്റ എക്സെട്ര ആർ ദ മെയിൻ അഡാപ്റ്റേഷൻസ് വിൽ ഹെൽപ്പ് ടു റെഡ്യൂസ് വാട്ടർ ലോസ്. അപ്പോൾ ജിംനോസ്പേംസിനെ കുറിച്ച് പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊന്ന് ശാന്തമായി ആലോചിച്ച് നോക്കുക, ഓർത്ത് നോക്കുക. ഇനി ജിംനോസ്പേംസ് ആർ ഹെറ്ററോസ്പോറസ്. ജിംനോസ്പേമുകളെല്ലാം ഹെറ്ററോസ്പോറസ് ആണ്. ദേ പ്രൊഡ്യൂസ് ടു കൈൻഡ്സ് ഓഫ് സ്പോർസ്. ദേ പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ്. ദേ പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ്. ഇനി സ്പോർസ് ഉണ്ടാകുന്ന എവിടെയാണ്? സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാഞ്ചിയ. സ്പൊറാഞ്ചിയ ഉണ്ടാകുന്ന എവിടെയാണ്? സ്പോറോഫിൽസ്. സ്പൊറാഞ്ചിയ ഉണ്ടാകുന്ന എവിടെയാണ്? സ്പോറോഫിൽസിലാണ്.
Sporophylls are arranged spirally along an axis to form compact strobili or cones. ഒന്നുകൂടെ പറയാം. സ്പോർസ് ഉണ്ടാകുന്നത് സ്പൊറാഞ്ചിയയിൽ, സ്പൊറാഞ്ചിയ ഉണ്ടാകുന്നത് സ്പോറോഫിൽസിൽ. സ്പോറോഫിൽസ് എന്ത് ചെയ്യുന്നു? അറേഞ്ച്ഡ് സ്പൈറലി along an axis to form compact structures called strobili or cones. Okay, then the strobili bearing microsporophylls and microsporangia are called male strobili. The strobili bearing microsporophylls and microsporangia are called male strobili. മനസ്സിലായല്ലോ? Then what about the microspores? The microspores develop into a male gametophytic generation. The microspores develop into a male gametophyte which is highly reduced and is confined to a limited number of cells. This reduced gametophyte is called pollen grain. ഈ റെഡ്യൂസ്ഡ് മെയിൽ ഗെമറ്റോഫൈറ്റിനെ പറയുന്ന പേരാണ് പോളൻ ഗ്രെയിൻ. ഇറ്റ് ടേക്സ് പ്ലേസ് ഓർ ഇറ്റ്സ് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ഇൻ ദ മൈക്രോസ്പൊറാഞ്ചിയ. ഇതിൻ്റെ ഡെവലപ്മെന്റ് നടക്കുന്ന എവിടെയാണ്? മൈക്രോസ്പൊറാഞ്ചിയക്കകത്താണ്. ഓക്കെ, ദെൻ ദ കോൺസ് ബെയറിംഗ് മെഗാസ്പോറോഫിൽസ് വിത്ത് ഓവ്യൂൾസ് ആർ കോൾഡ് ഫീമെയിൽ സ്ട്രബൈലൈ. Then the male or female cones may be born either on the same trees or different trees. The male or female cones may be born on the same tree or on different trees. അങ്ങനെ വേണം പറയാം. On the same tree example, മെയിലും ഫീമെയിൽ കോണും ഒരേ മരത്തിൽ, ഒരേ വൃക്ഷത്തിൽ, ഒരേ ചെടിയിൽ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പൈനസ്. ഡിഫറൻറ്റ് പ്ലാന്റ്സിലാണെങ്കിൽ, ചെടികളിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സൈക്കസ്, അങ്ങനെയാകാം. ഓർക്കൂ, then the megaspore mother cell is differentiated from one of the cells of the nucellus. ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മെഗാസ്പോർ മദർ സെൽ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം one of the cells of nucellus, and the nucellus is covered by envelopes. ന്യൂസെല്ലസ് എന്തുകൊണ്ട് കവർ ചെയ്തിരിക്കുന്നു? എൻവലപ്സ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദ ഓവ്യൂൾ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓവ്യൂൾ എന്ന് പറയുന്നത്. സോ ദ ഓവ്യൂൾസ് ആർ ബോൺ ഓൺ മെഗാസ്പോറോഫിൽസ്. എന്തേ? ഓവ്യൂൾസ് ആർ ബോൺ ഓൺ മെഗാസ്പോറോഫിൽസ് ആൻഡ് ഇറ്റ് മേ ക്ലസ്റ്റർ ടു ഫോം ഫീമെയിൽ കോൺസ്. ഒന്നുകൂടെ പറയാം. ഓവ്യൂൾസ് ആർ ബോൺ ഓൺ മെഗാസ്പോറോഫിൽസ്. ഓവ്യൂൾസ് എവിടെ? മെഗാസ്പോറോഫിൽസിലാണ് ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ് മേ ക്ലസ്റ്റർ ടു ഫോം. ഇത് കൂടിച്ചേർന്ന്, ഈ മെഗാസ്പോറോഫിൽസ് കൂടിച്ചേർന്ന് ക്ലസ്റ്റർ ചെയ്ത് ഇതെന്താ? ടു ഫോം ഫീമെയിൽ കോൺസ്. ഓക്കെ, ദെൻ ദ മെഗാസ്പോർ മദർ സെൽ ഡിവൈഡ്സ് മിയോട്ടിക്കലി. മെഗാസ്പോർ മദർ സെല്ല് എന്ത് ചെയ്യുന്നു? ഡിവൈഡ്സ് മിയോട്ടിക്കലി. മെഗാസ്പോർ മദർ സെല്ലിന് ഊനഭംഗം സംഭവിക്കുന്നു, റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നു. അപ്പോൾ 4 മെഗാസ്പോർസ് ഉണ്ടാകുന്നു. ആ 4 സ്പോർസിൽ one of the megaspores enclosed within the megasporangium develops into a multicellular female gametophyte. അപ്പോൾ 4 മെഗാസ്പോർസ് ഉണ്ടായി. One of the megaspores enclosed within the megasporangium develops into a multicellular female gametophyte that bears 2 or more archegonia, the female sex organ. Okay, clear? Then the male and female gametophytes have no independent free living existence unlike in bryophytes. Once again, ഒരിക്കൽ കൂടി, മെയിൽ ഗെമറ്റോഫൈറ്റിനും ഫീമെയിൽ ഗെമറ്റോഫൈറ്റിനും ഇൻഡിപെൻഡന്റ് ഫ്രീ ലിവിങ് എക്സിസ്റ്റൻസ് ഇല്ല. എവിടെ? ജിംനോസ്പെംസിൽ. ടെറിഡോഫൈറ്റ്സിലെ പോലെ അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സിലെ പോലെ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല. ദേ റിമൈൻ
within the sporangia and retained on the sporophytes. Okay, then the pollen grain is released from the microsporangium. മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്ന് ആരെ റിലീസ് ചെയ്യുന്നു? പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ക്യാരിഡ് ബൈ വാട്ടർ കറൻസ്. മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നു. അത് ദാറ്റ് ഈസ് ക്യാരിഡ് ബൈ എയർ കറൻസ് ആൻഡ് റീച്ച് ദ ഓപ്പണിംഗ് ഓഫ് ദ ഓവ്യൂൾസ്. ഓവ്യൂളിനടുത്തെത്തുന്നു. ആ പോളൻ ഗ്രെയിനിലെ കണ്ടൻസ് എവിടെ ഡിസ്ചാർജ് ചെയ്യുന്നു? ആർക്കിഗോണിയയുടെ മൗത്തിനടുത്ത് ഡിസ്ചാർജ് ചെയ്യുന്നു. Once again, the pollen grain is released from the microsporangium. മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നു. That is carried by air currents and reach the openings of the ovules and discharge their contents near the mouth of Archegonia. ആർക്കിഗോണിയുടെ അടുത്ത് ഇത് ഡിസ്ചാർജ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നു. എവിടെ നിന്ന്? മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്ന് പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുന്നു. അത് ആർക്കിഗോണിയത്തിൻ്റെ മൗത്തിനടുത്ത് റിലീസ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ കറൻസ്. Then, after fertilization, ബീജസംയോഗം നടന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? സൈഗോട്ട് ഉണ്ടായി. ഇറ്റ് ഡെവലപ്സ് ഇൻ ടു ആൻ എംബ്രിയോ. സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം വളർന്ന് ഭ്രൂണമായി മാറുന്നു. ആൻഡ് ദ ഓവ്യൂൾസ് ഇൻ ടു സീഡ്സ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ഓവ്യൂൾ എന്തായി മാറുന്നു? സീഡായി മാറുന്നു. സീഡിൻ്റെ പ്രത്യേകത എന്താ? സീഡ്സ് ആർ നോട്ട് കവേർഡ്, സീഡ്സ് ആർ നേക്കഡ്. ഇത്രയുമാണ് ജിംനോസ്പെർമ്സിനെ കുറിച്ച് പൊതുവായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ. ഇത് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുക. ഇനി തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. അധ്യാപകർ എന്ത് സംശയം ഉണ്ടെങ്കിലും, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ടത് ചോദിച്ച് മനസ്സിലാക്കണം, അവരുമായിട്ട് ചർച്ച ചെയ്യണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില ചെറിയ പ്രവർത്തനങ്ങളാണ് തരുന്നത്. അതൊന്ന് നോട്ട് ചെയ്യുക. അത് നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്ത് എന്ത് ചെയ്യുക? അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. വാട്ട് ഈസ് എ പ്രോത്താലസ്? വാട്ട് ഈസ് എ പ്രോത്താലസ്? സെക്കൻഡ് വൺ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോസ്പോറസ് ആൻഡ് ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ്സ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോസ്പോറസ് ആൻഡ് ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ്സ്. Third one, write any 6 characteristics of gymnosperms. ഇതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.